എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂച്ചി വില്ലൻ അവനാണെങ്കില് അങ്ങനെ ചത്തു മലച്ച് കിടക്കുകയാണ്. നേവി സോൾജേഴ്സ് ആണെങ്കില് ആ ഒരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഇവിടെ ഉസോപ്പ് അവന് സന്തോഷം കൊണ്ട് കണ്ണിലൂടെ വെള്ളമൊക്കെ വരാൻ ആരംഭിക്കും. അവന് ചുറ്റും ഒരുപാട് സോൾജേഴ്സ് അവനെ അറ്റാക്ക് ചെയ്യാൻ റൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും അവനിപ്പോ കാര്യമല്ല. അവർക്ക് മെയിൻ വില്ലൻ ലൂച്ചിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഇപ്പൊ ലൂഫി അവനാണെങ്കില് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ശ്വാസം വലിച്ചു വലിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഉടനെ ഇവിടെ നാമി ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഇനിയും നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്താ ഉറപ്പായിട്ടും അത് വലിയ അപകടമാണ്. ഉടനെ എല്ലാവരും ഇപ്പൊ പോവാൻ തയ്യാറെടുക്കും. അപ്പോഴായിരിക്കും ആ ഒരു സ്പീക്കറിൽ നിന്ന് മറ്റൊരു അനൗൺസ്മെന്റ്. വാവ്, സ്ട്രോ ഹാറ്റ് ലൂഫി ആൻഡ് ടീം അവര് ജയിച്ചു അല്ലേ? ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും നല്ലൊരു ന്യൂസ് അതിന് കേൾക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ആരോ ചിരിക്കും. ഇത് കേട്ട സോൾജേഴ്സ് അവര് കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ പരസ്പരം നോക്കും. ഇതാരാ പറയണെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഉസോപ്പിനാണെങ്കിൽ ആ ശബ്ദം അതെവിടെയോ കേട്ട് പരിചയമുണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് പൗലിയെയും ഫ്രാങ്കി ടീംസിനെയും കാണിക്കും. അവർക്കാണെങ്കിൽ ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. അവരിപ്പോഴും സേഫ് ആണ്. കട്ട് ചെയ്ത അവരെ അറ്റാക്ക് ചെയ്ത ആ ചീഫ് ഒഫീഷ്യല് ആളാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങും. നമ്മൾ ഷൂട്ട് ചെയ്ത് കൊന്ന ആൾക്കാർ തന്നെയാണോ ഇപ്പൊ ജീവനോട് കൂടെ ഇരിക്കുന്നത്? അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആക്ച്വലി അവർ അറ്റാക്ക് ചെയ്ത സമയത്ത് മുകളിലുണ്ടായിരുന്ന ക്ലിഫ് അത് തകർന്ന് അവരെല്ലാവരും താഴേക്ക് വീണു. അവർ മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് പിന്നീട് ആ സോൾജേഴ്സ് അവിടേക്ക് അറ്റാക്ക് ചെയ്യാതിരുന്നത്. അവർ ആ ക്ലിഫിൽ നിന്ന് താഴേക്ക് വീണ സമയം തന്നെ പൗലി അവൻ വലിയൊരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലെല്ലാവരെയും സേഫായിട്ട് പിടിച്ചിരുന്നു. ആ കയറ് അത് ഗാലില കയറായതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ്. എത്ര പേര് എത്ര നേരം അതിൽ തൂങ്ങിയിരുന്നാലും കയറ് പൊട്ടിപ്പോവാനോ മുറിഞ്ഞു പോവാനോ പോകുന്നില്ല. മാത്രമല്ല അവരടിച്ച കനാൻ ബോള് അത് ആ ജയന്റുകളുടെ മുകളിലായിരിക്കും ആഞ്ഞടിച്ചിട്ടുണ്ടാവുക. അവർക്ക് ഓൾറെഡി ഭയങ്കര പവർ ആയതുകൊണ്ട് തന്നെ 2 കനോൻ ബോൾസ് ഒന്നും അവരുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. സോ പൗലിയുടെ ടീമാണ് ആ സന്തോഷ വാർത്ത കേട്ട് സ്നെയിൽ ഉപയോഗിച്ച് ഇപ്പൊ സ്പീക്കറിലൂടെ വിളിച്ചു പറഞ്ഞത്. പൗലി പറയും ഇനി പേടിക്കാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരിപ്പോ പതിയെ മുകളിലേക്ക് കയറും. ജയന്റുകളുടെ ഫേസിലാണെങ്കിൽ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും കാര്യാക്കാതെ അവരും മുകളിലേക്ക് കയറാൻ ആരംഭിക്കും. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ അവരുടെ ശബ്ദം കേട്ട് കരയാൻ തുടങ്ങും. കാരണം അവൻ ഇത്രയും നേരവും കരുതിയത് ഒരു ഫ്രാങ്കിക്ക് നഷ്ടമായെന്നാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവൻ ഡബിൾ ഹാപ്പി ആവും. ഉടനെ സോറ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർ നമ്മുടെ കഥ കഴിക്കും. എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അതിനുള്ള വഴി നോക്കാൻ പറയും. ഫ്രാങ്കി ഉടനെ അവൻ ഫുൾ ഫോഴ്സ് എടുത്ത് സോൾജേഴ്സിനെ മുഴുവൻ ഇപ്പൊ കടലിലേക്ക് ചുഴറ്റി എറിയും. മറ്റൊരു ഭാഗത്ത് നാമിയും റോബിനും അവർക്ക് 2 പേർക്കും ഇപ്പൊ അവരുടെ സ്ട്രെങ്ത് തിരികെ കിട്ടും. അത്രയും നേരവും ട്രൗസറും ഒക്കെ ഓടിയ നമ്മുടെ 2 പെണ്ണുങ്ങളും ഇപ്പൊ ടേൺ ചെയ്ത് പൊരിഞ്ഞ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു നേവി അഡ്മിറലിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ലൂഫി ആയിരിക്കും ഫോക്കസ് ചെയ്യുക. അവൻ സോൾജേഴ്സിനോട് പറയും നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് ആ ലൂഫിയാണ്. ഇപ്പൊ അവന് യാതൊരു അനക്കം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയില് അവനെ തകർക്കാൻ അത് വളരെ എളുപ്പമാണ്. സോ അവനെ തകർത്ത് കളഞ്ഞ നമ്മുടെ പകുതി തലവേദന അത് തീർന്നു കിട്ടും. കട്ട് ചെയ്ത ആ നേവി ഫോഴ്സ് മുഴുവൻ ലൂഫി എയിം ചെയ്യുന്നത് ഉസോപ്പ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഉസോപ്പ് വീണ്ടും നിലവിളിക്കാൻ തുടങ്ങും, ലൂഫി അവിടുന്ന് എഴുന്നേറ്റ് വായോ, നമ്മുടെ മുൻപിൽ സമയമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. ഉസോപ്പിന്റെ ശബ്ദം കേട്ട് ലൂഫി കണ്ണു തുറക്കും. പക്ഷെ ലൂഫിയെ കൊണ്ടാണെങ്കിൽ അവിടുന്ന് എഴുന്നേക്കാൻ കഴിയില്ല. അവൻ ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും അവർക്ക് ചുറ്റും ഒരുപാട് നേവി കപ്പലുകള് അതങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ആ നേവി അഡ്മിറൽസ് അവർക്ക് മനസ്സിലാവും നമ്മുടെ ആൾക്കാര് ആ നേവി കപ്പലിലാണ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പൊ അതേസമയം ലൂഫി അവനാണെങ്കിൽ അവന്റെ ബോഡി അത് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കും. പക്ഷെ അവന്റെ വിരല് അത് മാത്രമായിരിക്കും ചെറുതായിട്ടെങ്കിലും ഒന്ന് അനങ്ങുക. ഉസോപ്പാണെങ്കിൽ ആദ്യമായിട്ടാണ് ലൂഫി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണുന്നത് പോലും. ലൂഫി ഉസോപ്പിനോട് പറയും എന്നെ കൊണ്ട് എണീക്കാൻ കഴിയുന്നില്ല, എന്റെ ബോഡി മുഴുവൻ ആ വില്ലൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഉടനെ ഉസോപ്പ് നീ ഇത് കാണുന്നില്ലേ, എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. ഒബിനെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും പവർഫുൾ ആയ ലൂച്ചിയെ അവനെ കൊന്ന നിനക്ക് നിന്റെ ശരീരത്തെ ഇപ്പൊ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അത് വലിയ നാണക്കേടാണ്. അത് കേട്ട് നാമി പറയും നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല. ആ നേവി കപ്പലുകളാണെങ്കിൽ മുഴുവനായിട്ടും
നമ്മളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും ഈ ഒരു കപ്പലിലേക്ക് കയറി ലൂഫിയുടെ അടുത്തേക്ക് പോവാം. അതിനുശേഷം അവനെയും കൂട്ടി ഞൊട്ടിയിടയില് നമുക്കിവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കൂടെ? അവളത് പറഞ്ഞു തീരുമ്പോഴേക്കും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവർ കേൾക്കും. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അവർ രക്ഷപ്പെടാനിരുന്ന ആ നേവി കപ്പല് അതവർ മുഴുവനായിട്ടും തകർത്തിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കും. തീ കത്തി എരിഞ്ഞ് ആ കപ്പല് അതങ്ങനെ പതിയെ പതിയെ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോവും. അപ്പോഴായിരിക്കും മറ്റൊരു ടെസ്റ്റ്. ആ കപ്പലിലായിരുന്നു ചോപ്പറും ടാൻമയും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് എന്തു പറ്റിയെന്ന് പറഞ്ഞ് ഒരു ഡബിൾ ഷോക്കായി കപ്പലിലേക്ക് നോക്കും. അപ്പൊ നാമി അവളുടെ തൊട്ടു മുൻപില് തീ അങ്ങനെ കത്തി എരിയാണ്. ആമയാണെങ്കിൽ അവള് മരിച്ചു എന്ന് ഉറപ്പിക്കും. ഉടനെ ആരും പ്രതീക്ഷിക്കാതെ നമ്മുടെ സാഞ്ചി അവിടേക്ക് വരും. അവൻ ചാടി വീണ് എല്ലാവരെയും തൂത്തുവാരിയെടുത്ത് കരയിലേക്ക് കയറി പറ്റും. നാമി ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ ഇത്രയും നേരവും എവിടെയായിരുന്നു? അതിന് സാഞ്ചി പറയും, എനിക്ക് ചെറിയൊരു വർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ അതിന് പോയതാണ്. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായിരിക്കുമെന്ന്. ആ മിലിറ്ററി ഫോഴ്സ് അവർ ഈ ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്യില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചത്. പക്ഷേ എന്റെ വിശ്വാസങ്ങൾക്കെല്ലാം വിപരീതമായി അവർ ഈ ബ്രിഡ്ജും അറ്റാക്ക് ചെയ്തു, നമ്മുടെ കപ്പലും തകർത്ത് കളഞ്ഞു. സാഞ്ചി അത് പറഞ്ഞ് നാമിയെ നോക്കുമ്പോഴായിരിക്കും ഇപ്പൊ ഏതോ ഒരു വില്ലൻ അവളുടെ കഴുത്തിൽ കത്തിയായിട്ട് നിൽക്കുന്നത് അവ കാണാം. സാഞ്ചി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ആ ഗ്രാൻഡ്മ കാലുമടക്കി ആ സോൾജിയറിനെ ചവിട്ടി തെറിപ്പിക്കും. പക്ഷെ അടുത്ത നിമിഷം അവരെ വളഞ്ഞിരിക്കുന്ന ആ നേവി കപ്പല് അതിൽ നിന്നെല്ലാം അറഞ്ചം പുറഞ്ചം ബുള്ളറ്റ്സുകള് നമ്മുടെ ആൾക്കാർക്ക് നേരെയും ആ ബ്രിഡ്ജിന് നേരെയും അങ്ങനെ തെറിച്ചു വരാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കാണുമ്പോ തന്നെ അവിടെ ഓടാനായിട്ട് തുടങ്ങും. ആ നേവി സോൾജിയേഴ്സില് ഒരുപാട് പേര് ആ ഒരു അറ്റാക്കിൽ പെട്ട് മരിച്ചു വീഴാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് അവരോടി ഓടി ആ ബ്രിഡ്ജിന്റെ ഒരു മൂലയ്ക്ക് വന്നെത്തും. നമ്മുടെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ ഇനി മറ്റൊരു വഴിയുമില്ല. ആ ബ്രിഡ്ജിന്റെ ചെറിയൊരു പോർഷനിലാണ് നമ്മുടെ ആൾക്കാർ പിടിച്ചു നിൽക്കുക. സോ ഫൈറ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ല. അപ്പൊ അതേസമയം സോൾജിയേഴ്സ് അവർ വീണ്ടും പീരങ്കി ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് എയിം ചെയ്ത് നിൽക്കുകയാണ്. ഒരു മെയിനായിട്ട് എയിം ചെയ്യുക നമ്മുടെ ലൂഫിയാണ്. കാരണം അവർക്കിപ്പോ വന്നിട്ടുള്ളത് വലിയൊരു അപമാനമാണ്. കുറച്ച് പൈററ്റ് ടീംസ് ചേർന്ന് അവരുടെ നേവി ഐലാൻഡ് തന്നെ തകർത്തിരിക്കുകയാണ്. ഈ ഒരു ന്യൂസ് അത് പുറത്തേക്ക് സ്പ്രെഡായ പിന്നെ നേവിക്കാർക്ക് തലയോർത്ത് നടക്കാൻ കഴിയില്ല. ലൂഫി ആണെങ്കിൽ അവന്റെ നേർക്ക് ഒരുപാട് ഗണ്ണുകള് അത് പോയിന്റ് ചെയ്യുന്നത് കണ്ട് പേടിച്ചു നിൽക്കും. റോബിൻ അവളുടെ കൈയൊക്കെ നീട്ടി എങ്ങനെയെങ്കിലും ലൂഫിയെ രക്ഷിക്കാൻ പറ്റുമോ നോക്കും. പക്ഷെ അവൻ ഒരുപാട് ദൂരെയാണ്. അവളുടെ എബിലിറ്റി അത് അത്രയും ദൂരെ വർക്കൗട്ട് ആവില്ല. ഉസോപ്പിന് എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും. അവൻ മുൻപും ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. ഉസോപ്പിന് കേൾക്കുന്ന അതേ ശബ്ദം ഇപ്പൊ ലൂഫിക്കും കേൾക്കും. ലൂഫി ഉടനെ ഉസോപ്പിനോട് പറയും, ആ ശബ്ദം എനിക്കും കേൾക്കുന്നുണ്ട്, നീ താഴേക്ക് നോക്ക്. അതിനുശേഷം സോറോയ്ക്ക് സാഞ്ചിക്ക് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ആ ശബ്ദം കേൾക്കും. ഇവിടെ ഉസോപ്പ് അവൻ കരയാൻ തുടങ്ങും. നീ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇവിടേക്ക് എത്തിയല്ലേ? ഉസോപ്പ് നിലവിളിച്ചു പറയും, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആൾക്കാരെല്ലാവരും കടലിലേക്ക് ചാട്. ഒരു സെക്കൻഡ് അവര് പരസ്പരം നോക്കും. ഉസോപ്പ് വീണ്ടും പറയും, നമ്മളെ രക്ഷിക്കാൻ ആൾ എത്തിക്കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് എല്ലാവർക്കും പിടികിട്ടും അവരെ രക്ഷിക്കാൻ വന്ന ആള് അതാരാണെന്ന്. ഓരോരുത്തരായിട്ട് ഇപ്പൊ കടലിലേക്ക് എടുത്തു ചാടും. റോബിൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ബ്രിഡ്ജിന്റെ അറ്റത്തേക്ക് പോയി എങ്ങനെയൊക്കെയോ ഒരുപാട് കൈകൾ ഉപയോഗിച്ച് ലൂഫിയെ എടുത്തെടുത്ത് ഓൾമോസ്റ്റ് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്താ ഇപ്പൊ ഗോയിൻമറി കപ്പല് അതാണ് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കാൻ അവിടേക്ക് എത്തിയത്. കപ്പല് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആയിട്ട് വെള്ളത്തിലേക്ക് ചാടും. ഗോയിൻമറിയെ കണ്ട് അത്ഭുതത്തോടു കൂടെ ലൂഫി അവൻ ആ കപ്പലിലേക്ക് ചാടി വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.